തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മക്കൾ മഹാത്മ്യം. കെ നാനാരുടെ മകൾ ശ്രീമതി ഉഷ പ്രവീണും MVRന്റെ മകൾ ശ്രീമതി MV ഗിരിജയുമാണ് ഇന്ന് ന്യൂസ് ടുഡേയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. ആദ്യം ശ്രീമതി ഉഷ പ്രവീൺ. അച്ഛൻ കെ നായനാർ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗധേയം തന്നെ നിർണ്ണയിച്ച നേതാവായിരുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയം മാത്രം പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കുടുംബ സാഹചര്യങ്ങൾ വളർന്നു എങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും രാഷ്ട്രീയം സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. പരിഭ്രമമുണ്ടോ? 2 ദിവസം കൊണ്ട് എല്ലാം കുറച്ച് പരിചയമായിട്ട് വരുന്നു. ഇപ്പോൾ എന്തായാലും ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലേണ്ടി വരികയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി ഓരോ ആളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരും. എന്താണ് മനസ്സിൽ ഇപ്പോഴുള്ളത്? ഇതൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം തോന്നുന്നുണ്ട്. ഇപ്പോൾ ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പാരമ്പര്യം ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം ഇപ്പോൾ തോന്നുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ രവിപുരത്ത് നിന്ന് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയാണ്. ജയിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് വരെ, LDF ആണ് ജയിക്കുന്നതെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കുന്ന പേരാണ്. ജനങ്ങളെ എന്ത് പറഞ്ഞാണ് സമീപിക്കുന്നത്? മേയർ സ്ഥാനത്തേക്കൊന്നും നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. പാർട്ടി തീരുമാനിക്കും മേയറെയൊക്കെ. നമ്മളിപ്പോൾ വോട്ട് ചോദിക്കാൻ കൗൺസിലർ സ്ഥാനത്തേക്കാണ് വോട്ട് ചോദിച്ച് പോകുന്നത്. തുടരണം. ശ്രീമതി MV ഗിരിജ, സമാനമായ സാഹചര്യമാണ്. രാഷ്ട്രീയത്തിലാണ് വളർന്നത്, പക്ഷേ സ്വന്തം നിലയ്ക്ക് നേരിട്ട് ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ഇറങ്ങുകയാണ് ആദ്യമായി. മനസ്സിൽ അമ്പരപ്പുണ്ടോ? തീരെ ഇല്ല. എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ജനങ്ങളോട് എന്ത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുക? ഞാൻ അച്ഛൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് എല്ലാ പ്രാവശ്യവും അച്ഛൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം. അതിൽ വോട്ട് ചോദിക്കാൻ ഒരു പ്രത്യേക ഞാൻ തന്നെ എനിക്ക് പ്രചരണം എനിക്ക് പുത്തരിയല്ല, പ്രചരണം എനിക്കറിയാം. അതുപോലെ ഞാൻ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് വോട്ട് ചോദിക്കും. എനിക്ക് അവിടെ വിജയിക്കുന്നില്ല ഉറപ്പുണ്ട്. എന്നെ അച്ഛനെ എല്ലാം അറിയുന്ന കണ്ണൂർ ജില്ലയിലെ എല്ലാവർക്കും MVRനെ അറിയുന്നതാണ്. അവർ പൂർണ്ണമായി എന്നോട് സഹകരിക്കുന്നില്ല, പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. വിജയിക്കുന്നില്ല ഉറപ്പുമുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥിയായി CMVക്ക് ലഭിച്ച സീറ്റിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 2.5 പതിറ്റാണ്ടോളമായി UDFന്റെ ഭാഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായത്. ഇത്തവണ കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും ഇപ്പോൾ കോർപ്പറേഷൻ ആകുമ്പോഴും UDFന് മേധാവിത്വമുള്ള ഒരു സ്ഥലം കൂടിയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ മത്സരിക്കുന്നത്? എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ജയിക്കുന്നില്ല പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ശ്രീമതി ഉഷ, തീർച്ചയായും ഇതിനൊരു മാനസികമായ തയ്യാറെടുപ്പ് വേണ്ടി വന്നിരിക്കുമല്ലോ. CPIM നേതൃത്വം ഉഷ സ്ഥാനാർത്ഥിയായേ പറ്റൂ എന്ന് നിർബന്ധിക്കുകയായിരുന്നോ? ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയാവുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നിർബന്ധമാണോ, അല്ലെങ്കിൽ അച്ഛൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ മത്സരിക്കാം എന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നോ? പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു. അച്ഛൻ്റെ പൈതൃകമുണ്ട് ഉയർത്തിക്കാട്ടെ. കുടുംബത്തിൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണ, കുടുംബാംഗങ്ങളൊക്കെ, അമ്മയൊക്കെ, ശാരദ ടീച്ചറൊക്കെ ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? മത്സരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണോ ഉണ്ടായത്? അമ്മ എൻ്റെ ഇഷ്ടത്തിന് വിടുകയാണ് ചെയ്തത്. ബാക്കി എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു, ചേച്ചിയും അനിയന്മാരുടെയൊക്കെ. മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായും ആ മണ്ഡലത്തെക്കുറിച്ച്, ആ വാർഡിനെക്കുറിച്ച്, ഡിവിഷനെക്കുറിച്ചൊരു പ്രാഥമികമായ പരിചയം അവിടെ താമസിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഉണ്ടാകുമല്ലോ. എന്തായാലും ജയിക്കും എന്നുറപ്പാണോ? ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ 27 വർഷമായിട്ട് ഈ വാർഡിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ വിജയിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്.
ഇ.കെ. നായനാരെ കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ അറിയാം. അദ്ദേഹം നർമ്മോക്തികൾ പറയുന്ന, അതേസമയം തന്നെ വൈകാരികമായി പല ഘട്ടങ്ങളിലും പ്രതികരിച്ചിട്ടുള്ള, മലയാളികളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വളരെ ജനകീയനായ, ഒരു മലയാളിക്ക് വളരെ അടുത്ത ഹൃദയബന്ധം തോന്നുന്ന ഒരു നേതാവാണ്. മകളെ ഇപ്പോൾ ആദ്യമായിട്ടാണ് മലയാളികൾ അധികം പേരും കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിലാണ് ഈ വിഷ്വലുകൾ തന്നെ അടുത്ത് പരിചയമില്ലാത്ത, സ്വന്തക്കാരും നാട്ടുകാരുമല്ലാത്ത ആളുകൾ കാണുന്നത്. എങ്ങനെയുള്ള വ്യക്തിയാണ്? മനസ്സിലായില്ല ചോദ്യം. സ്വഭാവ വിശേഷങ്ങളൊക്കെ അച്ഛനെ പോലെ തന്നെയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അച്ഛൻ്റെ പേരിലുള്ള ധൈര്യമുണ്ട്, അതുകൊണ്ട് അത് വർക്ക് ചെയ്ത് ജയിക്കാന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. തീർച്ചയായും എല്ലാ ആശംസകളും നേരുന്നു. തുടരണം. ശ്രീമതി ഗിരിജ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി പോകുമ്പോൾ തീർച്ചയായും കിട്ടുന്ന വോട്ട് പാർട്ടിക്ക് എന്നതുപോലെ വ്യക്തിക്കും കൂടിയാണ്. പരിചയമുള്ള സ്ഥലത്താണ് മത്സരിക്കുന്നതും. ഗിരിജ എന്ന വ്യക്തിയെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം എന്നാണ് ജനങ്ങളോട് പറയുക? അച്ഛനെപ്പോലെ ഒരു നല്ല പാർട്ടി പ്രവർത്തനം നടത്തണമെന്നുണ്ട് എനിക്ക്. അച്ഛൻ ചെയ്ത് ആക്കി വെച്ച കാര്യങ്ങൾ, കൂടുതലായിട്ട് അച്ഛൻ ചെയ്ത പ്രവൃത്തികൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് വിചാരിക്കും. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച് വോട്ട് നൽകാൻ ആവശ്യപ്പെടും. രാഷ്ട്രീയമായി തന്നെയുള്ള ഒരു വിധിയെഴുത്താണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ വ്യക്തിപരമായോ വൈകാരികമോ ആയ വോട്ടുകൾ എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ രാഷ്ട്രീയം പറയുന്നു, ആ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു, ആ രാഷ്ട്രീയത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു, ജയിക്കുമെന്ന് ആത്മവിശ്വാസം കൊള്ളുന്നു. ആത്മവിശ്വാസമുണ്ട് ആ കാര്യത്തിൽ. എങ്ങനെയാണ് ഒരു കന്നി അംഗത്തിന് ഞാൻ മാതൃകയാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അച്ഛൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയെന്നല്ലാതെ ഒരു പുതിയ കന്നി അംഗം തന്നെ പറയാം. ഇനി കന്നി അംഗത്തിന് ആദ്യമായിട്ട് വരികയാണ്. അതിൻ്റേതായ പ്രവർത്തനം എല്ലാം കുറച്ച് പഠിക്കാനിരിക്കുന്നതേ ഇല്ല. പുതിയതായിട്ടില്ല ഒരു ആളുകളെ കാണലും പിന്നെ വോട്ട് അഭ്യർത്ഥിക്കുക. അത് മുമ്പ് അച്ഛന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്, ഇതിപ്പോൾ എനിക്ക് വേണ്ടി അഭ്യർത്ഥിക്കണം. അച്ഛന് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ MBRന്റെ മകൾ എന്ന നിലയിൽ ഞാൻ വോട്ട് ചോദിക്കണം. ശ്രീമതി ഉഷ, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോയി വോട്ട് പിടിച്ച അല്ലെങ്കിൽ വോട്ട് ചോദിച്ച അനുഭവമുണ്ടോ? അച്ഛൻ്റെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വേദിയിൽ പോയിട്ടുണ്ടോ? ഇല്ല, അച്ഛന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയിട്ടില്ല ഇതുവരെ. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തന പരിചയം എന്ന് പറയാവുന്ന തരത്തിൽ, സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുക, അതിന് മുൻപാണെങ്കിൽ ബാലസംഘത്തിൽ പ്രവർത്തിക്കുക, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ലേ? കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ച് SFIയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ പൊതുയോഗങ്ങളൊക്കെ ഉണ്ടാകും, സംസാരിക്കേണ്ടി വരും, നല്ല വീറോടുകൂടി പ്രസംഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് പ്രചരണ പരിപാടികൾ തുടങ്ങുന്നത്? ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. നാളെ മുതൽ എങ്ങനെയാണ് ഷെഡ്യൂൾ? ഇന്ന് തന്നെ തുടങ്ങി കഴിഞ്ഞു. കുറേ വീടുകളിൽ ചെന്ന ആൾക്കാരെയൊക്കെ കണ്ടു, വോട്ട് അഭ്യർത്ഥിച്ചു. കൂടുതൽ എൻ്റെ പരിചയക്കാരാണ് ഈ വാർഡിലുള്ളത്. മിക്ക വീടുകളിലും എനിക്കറിയുന്ന ആൾക്കാർ തന്നെ, അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. എങ്ങനെയാണ് ശ്രീമതി ഗിരിജ, അവിടെ താമസിക്കുന്ന സ്ഥലമാണ്, അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ നടത്താനാണ് പ്ലാൻ? നാളെ മുതൽ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന്
ഇന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞിട്ടില്ല. നാളെ മുതൽ പ്രചരണം തുടങ്ങും രാവിലെ തന്നെ. ഇതിൽ ശ്രീമതി ഗിരിജ, ഇപ്പോൾ കണ്ണൂർ ഒരു കോർപ്പറേഷൻ ആകുന്നു, നഗര വോട്ടർമാരാണ് നമുക്കറിയാവുന്നതുപോലെ അധികവും. അപ്പോൾ പാപ്പിനിശ്ശേരിയിൽ ഒരു നാട്ടിൻപുറത്ത് എന്നൊക്കെ നമുക്ക് വ്യക്തിപരമായി അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു നഗരത്തിൽ ഉള്ള ആളുകൾ ഈ പറയുന്ന വൈകാരികത, വ്യക്തിബന്ധം, MVRന്റെ മകൾ അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സഹായിക്കുക? പാർട്ടി എന്നുള്ള നിലയ്ക്ക് അപ്പുറത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടാകുമോ? എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. ബന്ധുക്കൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും തീർച്ചയായും മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ എൻ്റെ കുടുംബക്കാരും ഫ്രണ്ട്സും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും എല്ലാവരും സപ്പോർട്ട് തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇനി മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്തായാലും പൊതുരംഗത്തുണ്ടാകും. റിസൾട്ട് എന്തായാലും പൊതുരംഗത്തുണ്ടാകും. ശ്രീമതി ഉഷ, എങ്ങനെയാണ്? കല്യാശ്ശേരിയിലായിരിക്കുമല്ലോ സ്വാഭാവികമായും കുട്ടിക്കാലം കഴിഞ്ഞിട്ടുണ്ടാവുക. കൊച്ചി നഗരത്തിൽ കുറച്ച് നാളായി ഉണ്ട്. നഗരത്തിൻ്റെ ഒരു സ്വഭാവം, കണ്ണൂരിലെ ഒരു നാട്ടിൻപുറവും നഗരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ താമസിക്കുന്ന അടുത്തുള്ള ആളുകളുമായി വ്യക്തിപരമായ പരിചയമൊക്കെ ഉണ്ടാകും എന്നതിനപ്പുറത്ത് നമുക്ക് ഇവിടെ കൊച്ചി മഹാനഗരത്തിലൊരു രാഷ്ട്രീയം കളിക്കാൻ മാത്രം ഒക്കെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? കൊച്ചി മഹാനഗരത്തിലൊരു കൗൺസിലറായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ വാർഡിൽ. അപ്പോൾ അതിനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരു മാസത്തിനുള്ളിൽ വരും. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുക തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുക അത് തീർച്ചയായും ജനങ്ങൾക്ക് വിടാം. പൊതുരംഗത്ത് ഇതൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ മാത്രമാണോ, അതോ ഇ കെ നായനാരുടെ മകൾ പൊതുരംഗത്ത് സജീവമാകാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പാർട്ടിയുടെ സജീവമായ പ്രവർത്തന മേഖലയിൽ കൂടി കാണാം. ഇപ്പോൾ പാർട്ടി മെമ്പറാണോ എന്നറിയില്ല, പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ അടുത്തു തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ. എന്തായാലും വളരെ നന്ദി ശ്രീമതി ഉഷ, ഒപ്പം ശ്രീമതി ഗിരിജ സംസാരിച്ചതിന്. തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുന്നു. സംസ്ഥാനത്തെ 2 പ്രമുഖ നേതാക്കളുടെ മക്കൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് ഇറങ്ങുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥികളായി കണ്ണൂർ നഗരസഭയിലും അതുപോലെ തന്നെ എറണാകുളം നഗരസഭയിലുമാണ് ഈ 2 പേർ ജനവിധി തേടുന്നത്.